ബ്രഹ്മദേയ നഗരം. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചോള സാമ്രാജ്യ കാലഘട്ടത്തിലെ രണ്ട് തരം സെറ്റിൽമെന്റുകളുടെ പേരുകളാണ് ബ്രഹ്മദേയവും നഗരവും. ഓരോന്നും പ്രത്യേകം തനത് സവിശേഷതകളുള്ള ആവാസ കേന്ദ്രങ്ങളായിരുന്നു. ബ്രഹ്മദേയം എന്ന ഭൂപ്രദേശവും നഗരം എന്ന ഭൂപ്രദേശവും ചോള സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലുള്ള രണ്ട് പ്രത്യേക തരം സെറ്റിൽമെന്റുകളുടെ പേരുകളാണ്. ബ്രഹ്മദേയം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാർക്ക് കൊടുത്തിരുന്ന മതപരമായ ഭൂമി ദാനം ചെയ്യുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് നികുതി അടക്കേണ്ടാത്ത ഭൂമികളെയാണ് ബ്രഹ്മദേയം എന്ന് പറയുന്നത്. എ ടാക്സ് ഫ്രീ വില്ലേജ് ഗിവൺ ടു ബ്രാഹ്മിൻസ് ആസ് എ റിലീജിയസ് എൻഡോമെന്റ്. മതപരമായ ഒരു സമ്മാനം എന്ന രീതിയിൽ ബ്രാഹ്മണന്മാർക്ക് നികുതി അടക്കേണ്ടാത്ത രീതിയിൽ കൊടുത്തു പോന്നിരുന്നത്, രാജാക്കന്മാർ നൽകി പോന്നിരുന്ന ഗ്രാമങ്ങളെയാണ് ബ്രഹ്മദേയം എന്ന് പറയുക. ദ പർപ്പസ് ഓഫ് ദീസ് ഗിഫ്റ്റ്സ് വാസ് ടു എൻഷുർ ദ വെൽഫെയർ ഓഫ് ദ ബ്രാഹ്മിൻസ്. ഈ സമ്മാനങ്ങൾ എന്തിനാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ ബ്രാഹ്മണന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, ആൻഡ് ടു ഏൺ റിലീജിയസ് മെറിറ്റ് ഫോർ ദ ഡോണേഴ്സ്. അങ്ങനെ ബ്രാഹ്മണന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന രാജാവ് എന്ന പ്രശസ്തി മതത്തിന്റെ മുന്നിൽ രാജാവിന് അല്ലെങ്കിൽ അത് നൽകിയ വ്യക്തിക്ക് അതുമൂലം ഉണ്ടാവുക, ഇതാണ് അതിൻ്റെ ഉദ്ദേശം. ദ ലാൻഡ് വാസ് കൺസിഡേർഡ് സേക്രഡ്. അങ്ങനെ കിട്ടുന്ന ഭൂമി വിശുദ്ധ ഭൂമിയായി കരുതിയിരുന്നു. ആൻഡ് വാസ് എക്സംപ്റ്റ് ഫ്രം ടാക്സസ്. ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ആൻഡ് അതർ ഒബ്ലിഗേഷൻസ്, മറ്റ് ബാധ്യതകളും ആ ഭൂമിക്ക് വരുന്നില്ല. ഇതാണ് ബ്രഹ്മദേയ ഭൂമിയുടെ പ്രത്യേകത. ഇനി നഗരം എന്താണ്? നഗരം എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് ടൗണ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സെന്റർ എന്ന നഗര കേന്ദ്രം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത് വ്യാപാരികളാണ് അവിടെ അധിവസിക്കുക. മർച്ചൻസും ഡീലേഴ്സുമാണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുക. നഗരം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ മാർക്കറ്റിംഗ് സെന്റർ അല്ലെങ്കിൽ ഒരു ടൗൺ ആണ്. ദാറ്റ് വാസ് ഡോമിനേറ്റഡ് ബൈ ദ മർച്ചൻസ് ആൻഡ് ഡീലേഴ്സ്. നഗരംസ് വർ ജനറലി ലൊക്കേറ്റഡ് ഇൻ ട്രേഡിംഗ് സെന്റേഴ്സ്. നഗരങ്ങൾ സാധാരണഗതിയിൽ വ്യാപാര കേന്ദ്രങ്ങളിലാണ് ലൊക്കേറ്റ് ചെയ്യപ്പെടുക. എന്തിനു വേണ്ടി? ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ്. വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി. വേറെ ടൈപ്പ് സെറ്റിൽമെന്റുകളും ചോള സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. There were other type of settlements in Chola Empire. Ur എന്ന് പറഞ്ഞാൽ എ വില്ലേജ് ദാറ്റ് വാസ് എ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സെന്റർ. പ്രാദേശിക ഭരണ കേന്ദ്രമാണ്. മറ്റൊന്ന് നാടു എന്ന് പറഞ്ഞാൽ എ സബ് റീജിയൻ ദാറ്റ് വാസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് റിച്ച് വില്ലേജസ്. സമ്പന്നമായ ഗ്രാമങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു പ്രദേശമാണ് നാട് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊന്ന് കൊട്ടം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഡിസ്ട്രിക്ട്. ഈച്ച് ഓഫ് ദീസ് സെറ്റിൽമെന്റ്സ് ഹാഡ് ഇറ്റ്സ് ഓൺ അസംബ്ലി ആൻഡ് വാസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ലോക്കൽ ഇഷ്യൂസ്. അതായത് ഒരു സെറ്റിൽമെന്റ് ആണ് കൊട്ടം എന്ന് പറയുന്നത്. അവിടെ സ്വന്തമായ ഒരു ഗ്രാമസമിതി അസംബ്ലി ഒക്കെ ഉണ്ടാവും. അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഈ കൊട്ടങ്ങൾ എന്ന് പറയുന്ന ഈ ഗ്രാമസമിതികൾ ഉത്തരവാദിത്തമുണ്ട്. അവിടെ തർക്കങ്ങളൊന്നും പരിഹരിക്കേണ്ടത് ഈ കൊട്ടങ്ങളാണ്. ടാക്സും ഒക്കെ പിരിക്കുന്നത് ഈ കൊട്ടങ്ങൾ തന്നെയാണ്. അവിടുത്തെ വാട്ടർ റിസോഴ്സ്, ജലവിഭവങ്ങൾ ഉണ്ടാക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. ലാൻഡ് റിസോഴ്സ് അവരാണ് നൽകേണ്ടത്. ഇതൊക്കെയാണ് ഈ കൊട്ടം എന്ന ഭൂമിയുടെ പ്രത്യേകത. അപ്പോൾ ബ്രഹ്മദേയം, നഗരം, ഇത് രണ്ടുമാണ് പ്രധാന ഫോക്കസ് ആയിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്.